ന്യൂസിലാൻഡിനെ കെട്ടുകെട്ടിച്ച് ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ മൂന്നാം തവണയും ഇന്ത്യൻ ടീം കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. 2013 മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ MS ധോണിക്ക് കീഴിൽ ജേതാക്കളായതിനു ശേഷം ആദ്യമായാണ് വീണ്ടും ഒരു കിരീടം അക്കൗണ്ടിലേക്ക് ഇന്ത്യ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ടൂർണമെന്റിൽ തുടർച്ചയായി 5 മത്സരങ്ങളിൽ ജയിച്ചാണ് ഇന്ത്യൻ ടീമിന്റെ കിരീടധാരണം. ഈ ടൂർണമെന്റിന് പിന്നാലെ ഏകദിന ടീമിൽ ചില മാറ്റങ്ങൾക്ക് ഒരുങ്ങുകയാണ് ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ. ചില സീനിയർ താരങ്ങളെ ഏകദിന ടീമിൽ നിന്നും അദ്ദേഹം ഒഴിവാക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അതിൽ ആദ്യത്തേത് മുഹമ്മദ് ഷമിയാണ്. വെറ്ററൻ ഫാസ്റ്റ് ബൗളർ മുഹമ്മദ് ഷമിയാണ് ഇന്ത്യയുടെ ഏകദിന ടീമിൽ നിന്നും പുറത്തായേക്കാവുന്ന ഒരാൾ. ചാമ്പ്യൻസ് ട്രോഫിയിൽ മോശമല്ലാത്ത പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. 5 കളിയിൽ നിന്നും ഒരു ഫൈഫർ അടക്കം 9 വിക്കറ്റുകൾ ഷമി വീഴ്ത്തിയിരുന്നു. ബംഗ്ലാദേശുമായുള്ള ആദ്യ കളിയായിരുന്നു ഫൈഫർ നേട്ടം. എന്നാൽ തുടർന്നുള്ള 4 മത്സരങ്ങളിൽ വെറും 4 വിക്കറ്റ് മാത്രമേ ഷമിക്ക് വീഴ്ത്താനായുള്ളൂ. ഇത് തീർച്ചയായും ആശങ്കാജനകമാണ്. ഫിറ്റ്നസ് പ്രശ്നങ്ങളും സ്ഥിരതയില്ലായ്മയും എല്ലാം അദ്ദേഹത്തെ വലയ്ക്കുന്നുണ്ട്. അർഷദീപ് സിംഗ്, ഹർഷിത് റാണ തുടങ്ങിയ വിക്കറ്റുകൾ എടുക്കാൻ ശേഷിയുള്ള യുവതാരങ്ങൾ അവസരം കാത്തിരിക്കവേ ഷമിയെ ഗൗതം ഗംഭീർ ഏകദിനത്തിൽ നിന്നും കൈവിട്ടേക്കും. അടുത്തത് രവീന്ദ്ര ജഡേജയാണ്. വെറ്ററൻ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയാണ് ഇന്ത്യൻ ഏകദിന ടീമിൽ നിന്നും പുറത്തു പോവാനിടയുള്ള അടുത്തയാൾ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ബാറ്റും ബോളും കൊണ്ട് മാത്രമല്ല ഫീൽഡിങ്ങിലൂടെയും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിനായിരുന്നു. പക്ഷെ പ്രായം ജഡുവിന് തിരിച്ചടിയാണ്. 2027 അടുത്ത ഏകദിന ലോകകപ്പ് ആവുമ്പോഴേക്കും അദ്ദേഹത്തിന് 38 വയസ്സാവും. അതുകൊണ്ട് തന്നെ ജഡുവിനെ അടുത്ത 2 വർഷം കൂടി ഏകദിന ടീമിൽ നിലനിർത്താൻ ഗൗതം ഗംഭീറിന് താല്പര്യം കാണില്ല. പകരം യുവതാരം വാഷിംഗ്ടൺ സുന്ദറിനെ ഈ റോളിൽ വളർത്തിയെടുക്കാനായിരിക്കും അദ്ദേഹത്തിന്റെ നീക്കം. ഒപ്പം പരിചയസമ്പന്നനായ ആക്ഷൻ പട്ടേലിനെയും തന്റെ തുറുപ്പ് ചീട്ടാക്കി ഗൗതം മാറ്റുകയും ചെയ്യും. ഏകദിനത്തിൽ നിന്നും വിരമിക്കാൻ പ്ലാൻ ഇല്ലെന്നാണ് ഫൈനലിന് ശേഷം ജഡേജ പ്രതികരിച്ചത്. എന്നാൽ വരാനിരിക്കുന്ന പരമ്പരകളിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താനുള്ള സാധ്യത തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ടെസ്റ്റിൽ മാത്രമായി ജഡുവിനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യേണ്ടി വന്നേക്കും. മറ്റൊരാൾ ഋഷഭ് പന്ത് ആണ്. ഈ ലിസ്റ്റിലെ സർപ്രൈസ് താരം വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് ആയിരിക്കും. ചാമ്പ്യൻസ് ട്രോഫിയിലെ 5 കളിയിലും അദ്ദേഹത്തിന് ബെഞ്ചിലായിരുന്നു സ്ഥാനം. പകരം KL രാഹുലാണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആയത്. ഫൈനലിൽ ഉൾപ്പെടെ അദ്ദേഹം ബാറ്റിംഗിൽ തിളങ്ങുകയും ചെയ്തിരുന്നു. ഇതോടെ ഏകദിനത്തിൽ ഋഷഭിന്റെ ഭാവി തുലാസിലായിരിക്കുകയാണ്. 7 വർഷത്തിനിടെ വെറും 31 ഏകദിനങ്ങളിലാണ് താരം കളിച്ചത്. 33.50 ശരാശരിയിൽ നേടാനായത് 871 റൺസ് മാത്രമാണ്. ഋഷഭിനേക്കാൾ വിക്കറ്റ് കീപ്പിംഗിൽ ഗൗതം ഗംഭീറിന് പ്രിയം സഞ്ജു സാംസണിനോടാണ്. ഏകദിനത്തിൽ 55 മുകളിൽ ശരാശരിയും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിനെയും സഞ്ജുവിനെയും ഏകദിന ടീമിന്റെ വിക്കറ്റ് കീപ്പർമാരായി ഗംഭീർ മാറ്റിയേക്കും.